Hello, hi, namaskaram and welcome back to my channel MV Vlogs. ഇന്ന് 9th day ആണ് ആൻഡ് ഞാൻ രാവിലെ എണീറ്റു. ഞാൻ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുക, ഇന്ന് ഞാൻ കുളിക്കണോ വേണ്ടയോ, ഫ്രഷ് ആവണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക കേട്ടോ. അതാണ്. പിന്നെ 2 ദിവസമായിട്ട് വെതർ ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോഴും തണുപ്പ് തന്നെയാണ്, പക്ഷെ പുറത്ത് കുറച്ച് വെളിച്ചം കാണാനുണ്ട്. എന്തായാലും ആ സന്തോഷമുള്ള കാഴ്ച കണ്ട്, കാരണം കുറച്ച് വെളിച്ചമുണ്ടല്ലോ. ഞാൻ പോയി ഫ്രഷായി. ആൻഡ് ഫ്രഷ് ആയതിൻ്റെ ശേഷം ഇന്ന് മാസ്റ്റർ ഷെഫ് ശ്രീവിൻ്റെ വകയായിരുന്നു ഉപ്പുമാവ്. അപ്പോൾ ഉപ്പുമാവൊക്കെ ടേബിളിൽ ചൂടാ വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത ടാസ്ക്, ഡെയിലി ടാസ്ക്കാണ്. എൻ്റെ മുഖം കണ്ടാലറിയാം എത്രമാത്രം അത്രയ്ക്ക് ഇഷ്ടമല്ലാതെയാണ് കഴിക്കണേന്ന് അറിയാം. ആ മുഖം കണ്ടു കഴിഞ്ഞു. ഓ മൈ ഗോഡ്, കുറേ എക്സ്പ്രഷൻ വരുന്നുണ്ട്. എന്തായാലും മറ്റേ നമ്മുടെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഇതാണ്, ഓട്സ് ആണെന്ന്, സോറി, എന്താണ് നമ്മളുടെ നട്ട്സാണ്. അതെ, നട്ട്സുമാണ്. അതിങ്ങനെ വായിൽ കുത്തി കയറ്റിയിട്ട് വേണം എനിക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. മുട്ടയുണ്ട്, ഉപ്പുമാവുണ്ട്, അടിപൊളി. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് കഴിക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് ആദ്യം ലാപ്ടോപ്പൊക്കെ ഓൺ ചെയ്ത് ലോഗിനൊക്കെ ചെയ്ത് സെറ്റാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് അച്ചാറും കൂടി കൂട്ടിയിട്ട്, പിന്നെ ഞാനും കൂടി അല്ലല്ലോ ഉണ്ടാക്കിയത് ഇന്ന് ശ്രീകുട്ടനായതുകൊണ്ട് തന്നെ എനിക്ക് ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. എന്തായാലും കൊള്ളാം, അതൊക്കെ കഴിച്ചു. ഇന്ന് ഞാൻ ശ്രീകുട്ടനെ രാവിലെ കാണിക്കാൻ ഞാൻ എന്താ അറിയോ, ഞങ്ങൾ രാവിലെ ഒരു ഗുസ്തി കൂടി. അതിൻ്റെ പ്രഹസനാണിത്. ശ്രീകുട്ടൻ എന്നെ വന്നിട്ട് ഇങ്ങനെ സോപ്പിടണ ഇതാണ്. ഞാനാണെങ്കിൽ കുറച്ച് മുഖമൊക്കെ വീർപ്പിച്ച് എന്താണ് മാഷേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിവേസ് ഒന്നുമില്ല, രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾ തോണ്ടി മാന്തി പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. അത്ര ചെറിയ ഒരു കാര്യങ്ങൾ. ഹലോ ഗൈസ്, ഇപ്പോഴാട്ടോ രാവിലെ ഇരുന്നിട്ട് കുറച്ച്, എനിക്ക് തോന്നുന്നു 2-3 ദിവസമായിട്ട് സാധാരണ ഇത്ര തിരക്കൊന്നും വരാറില്ല. എന്താണാവോ, എൻ്റെ തന്നെ കണ്ണ് പെട്ടിട്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ വർക്കിൽ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ എന്നാലും ഒന്ന് എണീക്കാനേ സമയം കിട്ടിയില്ല. ഇന്നും ഞാനൊന്ന് സെറ്റിൽ ചെയ്ത്, അതായത് ഒരു ഭാഗത്തേക്ക് കുറച്ച് സാധനങ്ങൾ ആക്കി വെച്ചിട്ട് നിങ്ങളോട് ബാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മീൻസ് അതുകൊണ്ടാണ് ഇടയ്ക്കുള്ള വർക്കിങ്ങിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ ഇടയ്ക്ക് സംസാരിക്കാനൊന്നും സമയമേ കിട്ടുന്നില്ല. എന്നോട് എപ്പോഴും അമ്മ പറയാറുണ്ട്, ഇങ്ങനെ ഇപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കരുത്, ഒന്ന് എണീറ്റ് നടക്കണം എന്നൊക്കെ. പക്ഷേ എവിടെ ഗൈസ്, ഇന്നൊന്നിനും സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് ഒതുക്കി വെച്ചിട്ടൊരു 5 മിനിറ്റ് സ്ട്രെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നിങ്ങൾ ഈ സൂര്യനെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്, ഭയങ്കര വെതർ ഓക്കെ ആയത്. സൂര്യന് പേര് മാത്രമേ ഉള്ളൂ വിന്റർ ടൈമിന്, ഒരു ചൂടുമില്ല. കൂൾ സൂര്യനാണ് ഇവിടുത്തെ വിന്റർ ടൈമിന്. സൂര്യൻ വരെ ഇവിടെ തണുക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് വെയിൽ മാത്രമുണ്ട്, അതിൻ്റെ ഒരു സന്തോഷം മാത്രമുണ്ട്. പക്ഷെ ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1 ഡിഗ്രി എന്തോ ആണ്. ഫീൽസ് ലൈക്ക് 0, -1 അങ്ങനെയൊക്കെയാണ്. എനിവേസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ സമയം 12:15 ശ്രീകുട്ടൻ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ശ്രീകുട്ടനാണ് ഇന്ന്. അതിൻ്റെ ഇടയ്ക്ക് പോണേൻ്റെ മുന്നേ ഞാൻ വോയിസ് ഓവറിൽ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞങ്ങൾ തോണ്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചുമ്മാ അടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആനക്കാര്യത്തിനാണെങ്കിൽ ഓക്കെ. പക്ഷെ ഞങ്ങൾ ഈ WWF കളിക്കണ ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോഴും കേട്ടോ. അപ്പം ഇപ്പം എനിക്ക് പിന്നെ എൻ്റെ ശാരീരിക അവസ്ഥ അതിന് എന്താ പറയുക, ശാരീരിക അവസ്ഥ ഒരു WWF കളിക്കേണ്ടതല്ലെങ്കിലും ഞങ്ങളിങ്ങനെ തോണ്ടി, അപ്പോൾ അവൻ്റെ കണ്ണിൽ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ ബെഡിൽ നിന്ന് തന്നെ ഒരു ജഗട വെച്ചു. അപ്പോൾ അതാണ് രാവിലെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ അവനെ കൂടുതൽ മൈൻഡ് ചെയ്യാൻ. പിന്നെ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ അതാണ്, അവൻ തന്നെ ഒറ്റയ്ക്ക് സെൽഫി വീഡിയോ ഒക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ പ്രഹസനായിരുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നലെയും നമുക്ക് കൂടുതലൊന്നിനും ടൈം കിട്ടിയില്ല. എനിക്ക് കുക്ക് ചെയ്യാൻ, ഇടയ്ക്ക് ഞാൻ പോയി കുക്ക് ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നിനും സമയം കിട്ടാത്തതുകൊണ്ട് ഇന്നലെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡിന്നറൊക്കെ സെറ്റാക്കിയല്ലോ, ഉള്ള കറികളൊക്കെ വെച്ചിട്ട്. ആൻഡ് നമുക്ക് ഷോപ്പ് ചെയ്യാനായി, ഗ്രോസറി ഷോപ്പിങ്ങിന് സമയമായിരിക്കുന്നു. കാരണം ഒന്നുമില്ല, എല്ലാം ഖാലി ആയിട്ടുണ്ട്.
അപ്പൊ ഇന്ന് ശ്രീകുട്ടനോട് ഞാൻ പറഞ്ഞു കിച്ചടി ഉണ്ടാക്കിക്കോളാം. എന്തുണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ കിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, റൈസൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ കുക്കറിൽ ഒരടി. അപ്പൊ ഇന്ന് ശ്രീവിന്റെ കുക്കിംഗ് കലാവിരുന്നാണ് രാവിലെ ഉണ്ടായിരുന്നത്. ഉപ്പുമാവ് ഉണ്ടാക്കിയതും പിന്നെ ഇപ്പൊ കിച്ചടി ഉണ്ടാക്കിയിട്ട് പോയത്. കിച്ചടിയും പിന്നെ മാങ്ങ ചമ്മന്തി, മാങ്ങയും തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല പുളിച്ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പകുതി ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു പൊക്കോ ഞാൻ ചെയ്യാമെന്ന്. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല, അവൻ തന്നെ വന്നിട്ട് ചെയ്യേണ്ടി വരും. എനിവേസ് അതൊക്കെയാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്. പിന്നെ 3 ദിവസമായിട്ട് എനിക്ക് എൻ്റെ ബ്രീതിങ് എക്സസൈസും എൻ്റെ മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നിയ സമയത്ത് ചെയ്യാൻ പറ്റില്ല. വയറ് ഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യരുത് എന്നാണ് പറയുക. അതായത് ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഹെവി ടമ്മി ആയിട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിച്ച ഉടൻ തന്നെ നമ്മൾ ചെയ്യില്ലല്ലോ, നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതുകൊണ്ടും പിന്നെ അങ്ങനെ വയറ് കാലിയാക്കാത്തതുകൊണ്ടും എനിക്ക് പ്രോപ്പറായിട്ട് ഒരു സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. പക്ഷെ ഇന്നലെ ഞാൻ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തു, ഇന്ന് ഞാൻ ചെയ്യും. ഇപ്പോ ബനാന ഇല്ല, അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. എന്ന് ഞാനൊരു ഈ സമയമാകുമ്പോൾ ഞാൻ കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ തീർന്നിരിക്കുകയാണ്. ഓറഞ്ച് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുക ഇപ്പൊ ചോറ് കഴിക്കണതിന്റെ മുന്നേ ഒന്ന് ഓറഞ്ച് ജ്യൂസ് അടിച്ച് കുടിച്ചാലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ലെറ്റ് സി. കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ മീൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഞാനൊന്ന് പോയി വീണ്ടും പണി തുടങ്ങട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വർക്കിന് ഇരുന്നതിൻ്റെ ശേഷം ഓറഞ്ച് ജ്യൂസ് ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടില്ല. ഞാൻ വിചാരിച്ചു ആപ്പിള് കടിച്ചമർത്താം എന്ന് വിചാരിച്ചു. അപ്പോൾ ആപ്പിൾ കഴിച്ചു. അപ്പോഴേക്കും ശ്രീകുട്ടൻ വന്നു. ശ്രീകുട്ടൻ വന്ന ഉടൻ തന്നെ വാക്യൂം ചെയ്യാണ്. നമ്മളൊരു 3-4 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്ക് കൂടുമ്പോൾ വാക്യൂം ചെയ്യാറുണ്ട്. അത് മിസ്റ്റർ പെരേരൻ്റെ ജോലിയാണ്. അപ്പോൾ വാക്യൂമൊക്കെ ചെയ്തു. അപ്പോഴേക്കും ഉച്ചയായിട്ടോ. ഫുൾ വീട് അവൻ വാക്യൂം ചെയ്തു. അപ്പോൾ ഞാൻ അവനെ കാത്തു നിന്നില്ല. ഞാൻ അവൻ്റെ സ്പെഷ്യൽ കിച്ചടി ആൻഡ് തേങ്ങ ചമ്മന്തി ആൻഡ് കേർഡ് ചൂട് ആവി പറക്കണുണ്ടോ, നല്ല ചൂടോടുകൂടി നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ സമയത്ത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത്ര ഒരു ഫീലോ ടേസ്റ്റോ തോന്നുകയില്ല. അവനുണ്ടാക്കിയോണ്ട് അപാര ടേസ്റ്റ്. ഗൈസ്, ഞാനിവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കിച്ചണിൽ എൻ്റെ മാസ്റ്റർ ഷെഫ് എന്തോ കുക്ക് ചെയ്യുന്നുണ്ട്. പേർക്കിൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഈവനിങ് ആയപ്പോഴേക്കും ശ്രീകുട്ടൻ ഇവിടെ അടുത്ത കുക്കിംഗ് ആണ് ഗൈസ്. അത് കുറച്ച് എന്താ പറയുക, കണ്ട ഹായ് ഇന്ന് ഭയങ്കര ആവേശ് കുമാറായിട്ടാണ് കുക്കിംഗ് ചെയ്യുന്നത്. എന്തായാലും ശ്രീകുട്ടൻ ഉണ്ടാക്കുന്നത് എന്ത് തന്നെ ഉണ്ടാക്കുകയാണെങ്കിലും പല മസാലകളും ആയിരിക്കും. അതെന്താ പ്രോപ്പർ റെസിപ്പി ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. എനിവേസ് നല്ല വൈബിങ് ആണ് ആള്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചെറുപയർ എന്തോ കറി പോലെ ഉണ്ടാക്കിയത്. അപ്പോൾ എന്നോട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന എന്തോ ഒരു സംഭവം എടുത്ത് റാപ്പിൻ്റെ എന്തോ ഒരു കഷ്ണം എടുത്തിട്ട് എനിക്ക് ശ്രീകുട്ടൻ്റെ സ്മൈൽ കണ്ട് ഞാൻ ചിരിച്ചതാട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സംഭവം ശരിക്കും അടിപൊളിയായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ ചൊടിപ്പിക്കുകയാണ്. ശ്രീകുട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നെ ഇങ്ങനെ ചൊടിപ്പിച്ച് ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്ന ആളാരാ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകുട്ടനാണ്. വായിൽ പുക കണ്ടോ, ഞാൻ ഊതിക്കൊണ്ടിരിക്കും പറയാം, അത്രയ്ക്ക് ഊതാനൊന്നുമില്ല. കണ്ടോ ഉള്ളിൽ അത്രയ്ക്ക് ചൂടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പ്രഹസനം. എനിവേസ് അതൊക്കെ കഴിഞ്ഞു. ഞാനപ്പോൾ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കിഡ്സ് ബാച്ച് ഉണ്ടായിരുന്നു. ഇന്ന് 2 പിള്ളേർ നെഹി ആയിരുന്നു. ഈ വെതർ മോശമായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ എന്താ പറയുക പനിയും തുമ്മൽ ജലദോഷമായിട്ട്. അപ്പോൾ കിഡ്സ് ബാച്ചിൽ ഇന്ന് 2 പേര് മിസ്സിങ് ആയിരുന്നു. എനിവേസ് ഞാനിവിടെ ഡാൻസ് കളിക്കുന്ന സ്റ്റെപ്സ് ആട്ടോ ഇത്. ഞാൻ പിള്ളേർക്ക് ഇരുന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ആൻഡ് ഇന്ന് ഇത്ര സന്തോഷം എന്താ അറിയോ, ബിക്കോസ് ടുഡേ ഈസ് ഫ്രൈഡേ ആൻഡ് ടുമോറോ ഈസ് സാറ്റർഡേ. 2 days ഹോളിഡേ. ആ ഹോളിഡേൻ്റെ ചിരിയാണ്. ഈ ഹോളിഡേ ആണെങ്കിലോ വരുന്നത് മാത്രം കാണാൻ പറ്റുള്ളൂ, അത് അങ്ങനെ പോവും, പെട്ടെന്ന് തീരും. ശ്രീകുട്ടൻ സ്റ്റിൽ കുക്കിങ്ങിലാണ് എന്നാണ് ഞാൻ കാണിച്ചത്. ഞാൻ എന്തായാലും വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. അപ്പം നാളെ വിശദമായി
പോവാനാണ് പ്ലാൻ. പക്ഷെ കുറച്ച് അല്ലറ ചില്ലറ ഉള്ളി തക്കാളി എന്ന് പറയുന്ന സംഭവങ്ങൾ അങ്ങ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ ഞങ്ങളുടെ അവിടെ നിന്നാണെങ്കിൽ ഒരു വോക്കബിൾ ഡിസ്റ്റൻസ് ആട്ടോ ഈ ആസ്റ്റ, മോറിസൺസ്, പൗണ്ട് സ്ട്രെച്ചർ എല്ലാ സംഭവങ്ങളും അടുത്തായതുകൊണ്ട് ഭയങ്കര സൗകര്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. പിന്നെ അതാ ഞാൻ പറഞ്ഞില്ലേ, ബേസിക്കായിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഉള്ളി, പിന്നെ എൻ്റെ ഫേവററ്റ് ബനാന, ലെമൺ, അതൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ തുടങ്ങിയൊരു അസുഖമാണ് ഇതാ, കിഡ്സിൻ്റെ ഒരു സെക്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ നോക്കും. കുട്ടി കുട്ടി സാധനങ്ങളുണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടാണല്ലോ കാണാൻ. ഇപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ശ്രീകുട്ടൻ അപ്പോഴേക്കും എന്തോ കോളൊക്കെ വന്ന് ഞങ്ങളവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ ചെയ്ത് പോവാണ്. രാത്രി ഞാൻ പറഞ്ഞു വേറെ ഒന്നും വേണ്ട, ആ ചെറുപയർ ശ്രീകുട്ടൻ ഉണ്ടാക്കിയത് രാവിലത്തെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കോമ്പിനേഷൻ ആഹാ, ഞാൻ ആസ്വദിച്ചങ്ങ് കഴിച്ചു കണ്ടോ, ചൂടേ കഴിച്ചു. അപ്പോൾ ശ്രീകുട്ടന് വന്നിരുന്ന് ഞങ്ങൾ എന്തെങ്കിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ചു. എന്നിട്ടും ശ്രീകുട്ടൻ ഇന്ന് പിന്മാറിയില്ല ഗൈസ്. ഇന്ന് ഭയങ്കര പണിയിലായിരുന്നു ചേട്ടൻ. ഇത് കണ്ടോ, ഇത് ഇനി നാളത്തേക്കുള്ള മാവ് അരക്കുകയാണ്, ദോശമാവ്. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരിയൊക്കെ. അപ്പോൾ ശ്രീകുട്ടൻ അത് അരച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേക്കും ഒരു 1 കിലോമീറ്റർ ആഞ്ഞങ്ങ് നമ്മളുടെ ഇവിടെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് നടന്നു. അതാണ് ഞാൻ ഈ കാണിക്കുന്നത് കണ്ടോ, 1 കിലോമീറ്റർ 24 മിനിറ്റ്സ്. കൊള്ളാം. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ നടക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ശ്രീകുട്ടൻ വന്ന് ഞങ്ങൾ ഏതോ ഒരു കൂറപ്പടവിട്ട് അത് പകുതിയാകുമ്പോഴേക്കും പോയി കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഡേ. സോ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ് നൈറ്റ്.